ദൈവത്തിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് നാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ വാക്കുകളെ വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്ന പ്രാരംഭ ചിന്തയോടുകൂടി ധ്യാനത്തോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച നാം മണവാട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, വിവാഹത്തിനു വേണ്ടി മണവാട്ടി ഒരുങ്ങുന്ന ഒരു സംഭവത്തിലേക്കാണ് നാം കടന്നു വന്നത്. മണവാട്ടി സ്വർഗത്തിൽ എത്തി. മണവാളനുമായുള്ള വിവാഹത്തിനു വേണ്ടി മണവാട്ടി ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഞാൻ അല്പം ഒക്കെ ആലങ്കാരികമായിട്ട് പറയുകയാണ്. മണവാട്ടി വിശേഷ വസ്ത്രങ്ങളും വിശേഷതയേറിയ സൗന്ദര്യ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് വിവാഹത്തിന് വേണ്ടി ഒരു മണവാട്ടി, ഒരു പെൺകുട്ടി എപ്രകാരം ഒരുങ്ങുന്നുവോ, ഇവിടെ ആത്മീകമായ മണവാട്ടിയാകുന്ന കർത്താവിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൾ അവിടെ ഒരുങ്ങുകയാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നാം വായിച്ചു, തന്നോട് സംസാരിച്ച നാദം, ആ ശബ്ദം. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പസ്തോലനോട് സംസാരിച്ച ആ ശബ്ദം യോഹന്നാനോട് വീണ്ടും പറയുന്നു, ഇവിടെ കയറി വരിക. യോഹന്നാൻ സഭയെ സൂചിപ്പിക്കുന്ന ആളാണ്. ഇമ്മീഡിയറ്റ്ലി he was in the spirit and he was translated into heaven. കണ്ണിമയ്ക്കുന്നതിനിടയിൽ കാഹളനാദം കേട്ടപ്പോൾ യോഹന്നാൻ ഇതാ ആത്മാവിൽ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നത് കണ്ടു. താൻ പത്മോസ് ദ്വീപിൽ കർത്തൃ ദിവസത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കാഹളത്തിനൊത്ത നാദം താൻ പറയുന്നത് ഇപ്രകാരം താൻ കേട്ടു, ഇവിടെ കയറി വരിക, കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക എന്ന ട്രംഫറ്റ് ലൈക്ക് സൗണ്ട് യോഹന്നാൻ കേൾക്കുകയും പൊടുന്നനവേ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സഭയുടെ ഉൽപ്രാപണത്തെയാണ് എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു. 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിന്റെ ചുറ്റും 24 മൂപ്പന്മാർ ഇരിക്കുന്നു. ആരാണിവർ? അവർ വെള്ള വസ്ത്രം, ശുഭ്രവസ്ത്രം അവർ ധരിച്ചിരിക്കുന്നു. വെള്ള വസ്ത്രം യേശുക്രിസ്തു നമുക്ക് തന്ന നീതീകരണമാണ്, റൈച്ചസ്നെസ് ആണ്, നമ്മെ നീതീകരിച്ചതാണ്. അവരുടെ തലയിൽ പൊൻകിരീടം അവർ അണിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ 24 മൂപ്പന്മാർ എലോങ് വിത്ത് ജോൺ ദ അപ്പോസിൽ സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഈ 24 മൂപ്പന്മാരും പഴയ നിയമത്തിൽ നിന്നുള്ള 12 പേരെ സൂചിപ്പിക്കുന്നതും പുതിയ നിയമത്തിൽ നിന്ന് 12 പേരെ സൂചിപ്പിക്കുന്നതുമാകട്ടെ, ഇവർ സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സഭയാണ്. യോഹന്നാനോടൊപ്പം തന്നെ 24 മൂപ്പന്മാരും ദൈവത്തിന്റെ സഭയെ സൂചിപ്പിക്കുകയാണ്. സഭ ഇന്ന് കർത്തൃസന്നിധിയിൽ ഉൽപ്രാപണം പ്രാപിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട് സഭ സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്.
അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ ശുഭ്രവസ്ത്രധാരികളാണ്, വെള്ള നിലയങ്കി അവർക്ക് ധരിപ്പാൻ കൊടുത്തു. അവരുടെ തലയിൽ പൊൻകിരീടം, സ്വർണം കൊണ്ടുള്ള കിരീടം അവർ വെച്ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥം അവരെല്ലാവരും കുപ്പായം ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെയും തലയിൽ എല്ലാ സമയവും കിരീടം വെച്ചിരിക്കുന്നു എന്നർത്ഥമല്ല. മറിച്ച് അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അവർ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക് അനുസരിച്ച് അവർക്ക് പ്രതിഫലം വിഭാഗിച്ച് കൊടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം വിവാഹത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സഭയെ റെപ്രസെന്റ് ചെയ്യുകയാണ്, സൂചിപ്പിക്കുകയാണ് യോഹന്നാൻ അപ്പസ്തോലനും 24 മൂപ്പന്മാരും കൂടെ. നമുക്ക് യോഹന്നാൻ അപ്പസ്തോലനും 24 മൂപ്പന്മാരും ഈ സഭയെ റെപ്രസെന്റ് ചെയ്യുകയാണ്. സഭ വിവാഹത്തിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയും മറ്റൊരു ഇൻഫർമേഷൻ ഞാൻ പങ്കുവെക്കാം. 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറഞ്ഞ ശേഷം പൊടുന്നനവേ സഭയെ സ്വർഗത്തിൽ 24 മൂപ്പന്മാരോടൊപ്പം യോഹന്നാനോടൊപ്പം സഭ കാണുകയാണ്. ഇനിയും ഈ 4-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ സഭയെ പറ്റി വെളിപ്പാട് പുസ്തകം പറയുന്നില്ല. until we reach Revelation 19. 19-ാം അധ്യായം വരെയും വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ സഭയെ പറ്റി പറയുന്നില്ല. എന്തുകൊണ്ട്? കാരണം വെളിപ്പാട് പുസ്തകം 4 മുതല് എതിർ ക്രിസ്തുവിന്റെ കാലത്ത് നടക്കുന്ന 7 വർഷത്തെ മഹോപദ്രവ കാലത്തെ പറ്റിയാണ് 4 മുതൽ 18 ഒടുവിൽ വരെയും, അല്ലെങ്കിൽ 19-5 വരെയും, 4 മുതൽ 18 വരെയും വിവരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അധ്യായങ്ങൾ പ്രധാനമായിട്ടും യഹൂദനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. യഹൂദനുമായിട്ട് ദൈവത്തിന്റെ ഇടപാടാണ്. നമ്മളൊരു 490 വർഷം യഹൂദനുമായി ദൈവം ഇടപെടുന്നത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെ വായിച്ചു പഠിക്കുകയും ചെയ്തു. അതിലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ 483 വർഷങ്ങൾക്ക് യഹൂദനുമായിട്ടുള്ള കർത്താവിന്റെ ഇടപാടുകൾ കഴിഞ്ഞ ശേഷം പിന്നീട് സഭാ കാലയളവ് തുടങ്ങി. ഇനിയും 70-ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ആ ഒടുവിലത്തെ 7 വർഷത്തിലേക്ക്, 483 കഴിഞ്ഞ് ഇനിയും 7 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കാലഘട്ടമാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ 18-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെയും വിവരിക്കുന്നത്. സഭാ കാലഘട്ടം കഴിഞ്ഞു. സഭ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് സഭയെ പുഷ് ചെയ്ത് സഭയെ മധ്യാകാശത്തിലേക്ക് കയറ്റി മണവാളനെ എതിരേൽക്കുവാൻ സഭ മണവാളനോടൊപ്പം മധ്യാകാശത്തിൽ നിന്നും, മിഡിൽ പോയിന്റിൽ നിന്നും സ്വർഗത്തിലേക്ക് സഭ കരേറിപ്പോയി. സഭ ഇന്ന് സ്വർഗത്തിലാണ്. അപ്പോൾ 4-ാം അധ്യായത്തിൽ സഭയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്ന 7 വർഷത്തെ മഹോപദ്രവകാലം യഹൂദനുമായിട്ട് കർത്താവ് പ്രധാനമായും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത സമയപരിധി, യെരുശലേമിന് കൊടുത്ത സമയപരിധി തീർക്കുകയാണ് 4 മുതൽ 18-ാം അധ്യായം വരെ. അതുകൊണ്ട് സഭ തന്നെയുമല്ല, സഭ ഈ ഭൂമിയിലില്ല. സഭയുമായിട്ടുള്ള ഡീലിങ്സ് കഴിഞ്ഞു. അതുകൊണ്ട് സഭയെ പറ്റി പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ് വീണ്ടും സഭയെ പറ്റി പറയുന്നത്. സഭ
വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട്, സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞ ശേഷം സഭ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി മണവാളനോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം സുഖവാസത്തിന് വേണ്ടി സുഖജീവിതം നയിക്കുവാനായിട്ട്, സന്തോഷിക്കുവാനായിട്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുവാൻ പോകുകയാണ്. 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സഭ തിരിച്ചു വരുന്നത് കാണാം. അപ്പോൾ 4-ാം അധ്യായത്തിൽ സഭയെ പറ്റി പറഞ്ഞ ശേഷം പിന്നീട് സഭയെ പറ്റി പറയുന്നത് 19-ാം അധ്യായത്തിലാണ്. കാരണം ഇടയ്ക്കുള്ള ഗ്യാപ്പ് യഹൂദനുമായിട്ടും പ്രധാനമായിട്ടും പിന്നീട് മറ്റുള്ള ലോക ജനതയുമായിട്ട് ദൈവം ഇടപെടുകയാണ്. സഭയുമായിട്ടല്ല ഇടപെടുന്നത്. സഭ സ്വർഗത്തിൽ എത്തപ്പെട്ടു. 19-ന്റെ 8 നമുക്ക് വായിക്കാം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. വിവാഹത്തിന് മണവാളനും മണവാട്ടിയും വിശേഷ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്, ഇല്ലേ? വെഡിങ് റോബാണ്, വെഡിങ് ഗൗൺ ആണ് ധരിക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ നാം പറയുന്നത് മന്ത്രകോടി ധരിക്കാറുണ്ട്. വിശേഷതയേറിയ, വിലയേറിയ വിശേഷമായ വസ്ത്രങ്ങളാണ് വെഡിങ്ങിന് നയിക്കുന്നത്. നാം അപ്പോൾ ഇന്ന് സ്വർഗത്തിലേക്ക് പോകുകയാണ്. മണവാട്ടിയാകുന്ന നാം, മണവാട്ടിയാകുന്ന കർത്താവിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൾ അവിടെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുൻപാകെ, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ മണവാട്ടി സഭ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആരും ഭയപ്പെടേണ്ട. രക്ഷ പ്രാപിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവർ, അത് ഏത് സഭാ വിഭാഗങ്ങളിൽ പെടുന്നവരാണ് എങ്കിലും, ഏത് ഡിസ്ഗൈസിൽ, ഏത് ജാതീയ വിഭാഗങ്ങളിലാണ് എങ്കിലും അവർ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നുവെങ്കിൽ, പരസ്യമായോ രഹസ്യമായോ നടക്കുന്നുവെങ്കിൽ, ആ സഭ മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അവൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ അവിടെ നിൽക്കുകയാണ്. ഇനിയും നമുക്ക് ഇന്ന് പഠിക്കാൻ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിന് മുമ്പാകെ നിന്ന് പ്രതിഫലം വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ വിശേഷതയേറിയ വസ്ത്രം കൈപ്പറ്റുന്ന, വിശേഷതയേറിയ ആഭരണങ്ങൾ കൈപ്പറ്റുന്ന, ഒരു മണവാട്ടിയെ അലങ്കരിക്കുവാൻ ആവശ്യമായ സകലവിധ സാമഗ്രികളും കൈപ്പറ്റുവാൻ സഭ ഇന്ന് മണവാളന്റെ ന്യായാസനത്തിന് മുൻപാകെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുകയാണ്. നമുക്ക് ആ ന്യായാസനത്തിന് മുൻപാകെയുള്ള ന്യായവിധിയെ പറ്റി നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് മണവാളൻ പ്രതിഫലം കൊടുക്കുന്നത്? എന്താണ് മണവാളൻ പ്രതിഫലം കൊടുക്കുന്നത്? ഈ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നതിൽ സഭ ഭയപ്പെടേണ്ടതുണ്ടോ? ന്യായവിധിയാണോ ഇത്? ന്യായാസനം എന്ന് പറയുന്നത്, ന്യായവിധി എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളത് സഭയ്ക്ക് കൊടുക്കുന്നതിനാ ന്യായാസനം അല്ലെങ്കിൽ ന്യായവിധി എന്ന് പറയുന്നത്. അവിടെ പണിഷ്മെന്റ് അല്ല വിഷയം. വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാകുന്ന സഭ ഇന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 2 Corinthians chapter 5 verse 10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ന്യായാസനം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം ലഭിക്കേണ്ടതിന് നാം എല്ലാവരും, മണവാട്ടി സഭ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ
നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടതാകുന്നു. ഇവിടെ നാം ഭയപ്പെടേണ്ട കാര്യം ഇല്ല. ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് വിധിക്കുന്ന വിധി അല്ല. സ്വർഗത്തിൽ ഒരു വ്യക്തി പോകുമോ ഒരു വ്യക്തി നരകത്തിൽ പോകുമോ എന്നത് ഈ ഭൂമിയിൽ വെച്ച് ആ ഡിസിഷൻ എടുക്കും. അത് ദൈവമല്ല ഡിസിഷൻ എടുക്കുന്നത്, ഞാനും നിങ്ങളുമാ ആ ഡിസിഷൻ എടുക്കുന്നത്. വൺ സിമ്പിൾ decision will make your eternity, whether with God in heaven or with the devil in hell. ഇന്ന് ഭൂമിയിൽ എടുക്കുന്ന ഒരു സിമ്പിൾ ഡിസിഷൻ നിങ്ങളുടെ എല്ലാവരുടെയും നിത്യത തീരുമാനിക്കും. സ്വർഗത്തിലേക്ക് പോകുവാൻ there is a simple decision, whether you need to accept Christ or not. Whether you need to accept the payment of the sin that you have committed or not. ഇതിനെ ബേസ് ചെയ്താണ് സ്വർഗത്തിലെത്തി. അപ്പോൾ വീണ്ടും ജനിച്ച നമ്മൾ ഇപ്പോൾ സ്വർഗത്തിൽ ചെല്ലുന്നത്, സ്വർഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നരകത്തിൽ പോകുന്ന ഒരു വിഷയം ഇല്ല. സ്വർഗത്തിൽ നാം എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്നത് പ്രതിഫലം വാങ്ങാനാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നതിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതിഫലം വാങ്ങാനാണ് നാം നിൽക്കുന്നത്. എന്നാൽ ചില വ്യക്തികൾ അവിടെ അല്പം എംബാരസ്ഡ് ആകാൻ പോവുകയാണ്. നിർഭാഗ്യവശാൽ ചില വ്യക്തികള് അവിടെ എംബാരസ്ഡ് ആകും, അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കും. എന്നാൽ സ്വർഗ സന്തോഷം അവർക്ക് നഷ്ടപ്പെടത്തില്ല. 1 Corinthians 9:24-27. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുന്ന് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിൽ തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നതും പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു എങ്കിലും എല്ലാവരും ജയിക്കത്തില്ല, എല്ലാവരും ഫിനിഷ് ലൈനിൽ എത്തത്തില്ല. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഫിനിഷ് ചെയ്യുവാനായിട്ട് നാം ഓരോരുത്തരും ഓടണം. ഓട്ടക്കളത്തിന്റെ എക്സാമ്പിൾ അവിടെ പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ ഒരാളെ ചെല്ലത്തുള്ളെന്നല്ല അതിനർത്ഥം. അപ്പോൾ നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യം അവിടെ പറയും. അവിടെ നാം ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാടാത്ത കിരീടം, ക്രൗൺ, ഇൻകറപ്റ്റബിൾ ക്രൗൺ, നമുക്ക് ലഭ്യമാകുന്ന വാടാത്ത കിരീടം, ഇൻകറപ്റ്റബിൾ ക്രൗൺ. ഞാൻ ഇതിന്റെ ഒടുവില് പല കിരീടങ്ങളെ പറ്റി പറയുന്നുണ്ട്. പ്രതിഫലമായി ലഭിക്കുന്നത് അത് ഒന്ന് വാടാത്ത കിരീടം. ഇവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഇൻകറപ്റ്റബിൾ ക്രൗൺ. വാടാത്ത കിരീടം നമ്മുടെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഇനി 1 Corinthians 3-ാം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. വളരെ ശ്രദ്ധയോടെ ആ ഭാഗം കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അതോടെ വെളിപ്പെടുത്തു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധം എന്ന്
തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവനും പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവനും ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ അതിന്റെ മുകളിൽ വേറൊന്നും ഇടാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ സഭയാകുന്ന നമ്മളെല്ലാവരും സഭയാണ്. നമ്മളെല്ലാവരും പണിയപ്പെട്ടിരിക്കുന്നതും നമ്മൾ ആദ്യം യേശുക്രിസ്തു എന്ന ഒരു മൂലക്കല്ല് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഒരു മൂലക്കല്ല്, ഒരു കോർണർ സ്റ്റോൺ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതിന്റെ മുകളിലാണ് ഇനിയും സഭയാകുന്ന നമ്മൾ ഓരോരുത്തരും പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പണിയപ്പെടുന്നത്. ഒരിക്കൽ ഇപ്പോൾ സിസ്റ്റർ ലൈസമ്മ ഇവിടെ പറഞ്ഞു, യേശുക്രിസ്തു ദൈവദാസനായ MY യോഹന്നാൻ സാറിൽ കൂടി യേശുക്രിസ്തുവിനെ തനിക്ക് ലഭിച്ചു. ആ മൂലക്കല്ല്, ആ കോർണർ സ്റ്റോൺ ഒരിക്കൽ തന്റെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ, ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് കുഴിച്ചിടപ്പെട്ടു. യേശുക്രിസ്തു എന്ന മൂലക്കല്ല് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുഴിച്ചിടപ്പെട്ടു. ഇനിയും അതോടുകൂടി അതിന്റെ അർത്ഥം നാം എല്ലാവരും വീണ്ടും ജനിച്ചു, നാം എല്ലാവരും സ്വർഗത്തിന് യോഗ്യരായി മാറി നാം സ്വർഗരാജ്യത്തിൽ എത്തുമെന്ന്. ഇനിയും പറയുന്നത് ആ മൂലക്കല്ലിന്റെ മേൽ, ആ അടിസ്ഥാന ശിലയുടെ മേൽ നാം ഓരോ ദിവസവും പണിയുകയാണ്. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ നിലകളിൽ, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ നിലകളിൽ നാം ഓരോരുത്തരും പണിയുകയാണ്. നാം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നത് വരെയും അറിഞ്ഞോ അറിയാതെയോ നാം ആ മൂലക്കല്ലിന്റെ മേൽ ഓരോ കട്ടകൾ, ഇഷ്ടികകൾ, കല്ലുകൾ വെച്ച് മേളോട്ട് മുകളിലോട്ട് 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 കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും പണിതുകൊണ്ടിരിക്കുകയാണ്, കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും എല്ലാ നിമിഷങ്ങളിലും ആ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരു ഉപമയിൽ കൂടി അവിടെ വ്യക്തമാക്കുക. ലിറ്ററലി, അക്ഷരാർത്ഥത്തിൽ അവിടെ പറയുന്നത് പോലല്ല, ഉപമാലങ്കാരത്തോടു കൂടിയാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അങ്ങനെ ഈ കല്ല്, യേശുക്രിസ്തു എന്ന കല്ല് അടിസ്ഥാനമായിട്ടിട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരാള് അതിന്റെ പുറത്തൊരു സ്വർണം കൊണ്ടുള്ള ഒരു കല്ല് എടുത്തു വെച്ചു, ഒരു ഇഷ്ടിക എടുത്തു വെച്ചു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ വ്യക്തി അതിന്റെ മുകളിൽ വേറെ സിൽവർ കൊണ്ടുള്ള ഒരു ഇഷ്ടിക എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അതിന്റെ പുറകിൽ ഒരു നല്ല പ്രഷ്യസ് സ്റ്റോൺ, വിലയേറിയ ഒരു കല്ലുകൊണ്ടുള്ള, ഒരു മുത്തുകൊണ്ടുള്ള, രത്നം കൊണ്ടുള്ള മറ്റൊരു കല്ല് എടുത്തു വെച്ചു. അങ്ങനെ ഓരോരുത്തരും 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 പണിത് ഈ ഭിത്തിയുടെ, ഈ കൊട്ടാരത്തിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. മറ്റൊരാള് ഇപ്പുറത്ത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ മണ്ണുകൊണ്ട് ഒരു കല്ല് ഉണ്ടാക്കി വെച്ചു, എടുത്തു വെച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത്, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ അദ്ദേഹം കുറച്ച് കച്ചിയെല്ലാം കൂടെ, വൈക്കോലെല്ലാം കൂടെ എടുത്ത് ഒരു കട്ടയ്ക്ക് പകരം അതേലങ്ങ് കിളത്താം, അല്പം കൂടെ അതുകൂടി കിളന്നിരിക്കട്ടെ. കാരണം വൈക്കോൽ എടുത്തു വെച്ചാൽ അത് പഫ് ചെയ്ത് ഒത്തിരി അങ്ങ് കിളരും, അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം വൈക്കോലും കൊണ്ട് അത് അല്പം കൂടി ഉയർത്തി. പിന്നെ അടുത്ത ദിവസം അദ്ദേഹം കുറച്ച് ഉണങ്ങിയ ഇല, കരിയില കൊണ്ട് അതിന്റെ മുകളിലോട്ട് എടുത്തു വെച്ചു. കുറച്ചുകൂടി ഉയരം വന്നു. കരിയിലയൊക്കെ അങ്ങ് പഫ് ചെയ്ത് വീർക്കത്തില്ലേ, കുറച്ചുകൂടി ഉയരം വന്നു.
കട്ട വെക്കുന്നതിനേക്കാൾ ഇതങ്ങ് ഉയർന്നുയർന്നു പോവുക. അപ്പൊ അദ്ദേഹത്തിന്റെ കൊട്ടാരം വളരെ വേഗം മുന്നോട്ട് പണിയുന്നുണ്ട്, വളരെ വേഗം അതിന്റെ ഉയരം കൂടുന്നുണ്ട്. ഇപ്പുറത്തെ കൊട്ടാരം അത്രയും ഉയരം കൂടുന്നില്ല. നമ്മളൊക്കെയും പലപ്പോഴും അനുഭവിക്കുന്നതാണോ ഇത് എന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും റിയാലിറ്റിയിലേക്ക് വരാം. ഞാനും ഉപമയാണ് പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവസന്നിധിയിൽ അല്പസമയം സ്പെൻഡ് ചെയ്യുവാൻ, ദൈവത്തെ വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാന് ഗോൾഡ് കൊണ്ടൊരു കട്ട, ഒരു ഇഷ്ടിക എടുത്തു വെച്ചു. ഞാന് ഇവിടെ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് പോയപ്പോൾ ഞാന് ഒരു വ്യക്തിയെ കണ്ടു. ആ വെളിയിലോട്ട് ഇറങ്ങി ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിക്ക് ആഹാരം വേണം, അല്പം പണം വേണം, അദ്ദേഹത്തിന് നടക്കുവാൻ അല്പം പ്രയാസമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തു. നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് കൈ കൊടുത്തു, അദ്ദേഹത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ചു, അദ്ദേഹത്തിന് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് വീട്ടിലുള്ള ഉപയോഗിക്കാത്ത ഒരു പഴയ ഡ്രസ്സ് എടുത്തു കൊടുത്തു. നിങ്ങള് മറ്റൊരു സിൽവറിന്റെ ഇഷ്ടിക എടുത്ത് മുകളിലോട്ട് വെച്ചു. ഞാന് വചനമെടുത്ത് കർത്താവിനെ ധ്യാനിച്ചു. ആ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ വേറൊരുവനെ കണ്ടപ്പോൾ, കടയിൽ നിൽക്കുന്ന ഒരുവനെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി. ഞാനൊരു സ്ട്രൈക്ക് എ കോൺവെർസേഷൻ, ഞാനൊരു സംഭാഷണം ആരംഭിച്ചു. അദ്ദേഹത്തോട് സുവിശേഷം ഷെയർ ചെയ്തപ്പോൾ ഞാൻ മറ്റ് ഒരു കല്ലുകൂടെ എന്റെ കൊട്ടാരത്തിന് എടുത്തു വെച്ചു. ഇപ്പുറത്ത് വേറൊരു വ്യക്തി, അദ്ദേഹം രാവിലെ എഴുന്നേറ്റു, വിശ്വാസിയ, യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തുകയാണ്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ഒരു നാശം പിടിച്ച ദിവസം വന്നു ചേർന്നു. ഞാൻ വാക്കുകൾ പറയുന്നില്ല. എന്തൊരു ദിവസമാ എന്ന് പറഞ്ഞ് ചുറ്റുപാടുമുള്ളവരെ സ്വയം കേഴ്സ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഭയങ്കര മഴ. എന്തോരു മഴയായി! ഈ മഴ കൊണ്ട് മനുഷ്യന് ജീവിക്കാനൊക്കത്തില്ല, പുറത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല. വേറെ കുറച്ച് ശാപവാക്കുകളെല്ലാം വിളിച്ചു പറഞ്ഞു. വിശ്വാസിയാണ്, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതാണ്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുകയാണ്. ആ ആള് സ്വർഗത്തിലെത്തും കേട്ടോ, സ്വർഗത്തിലെത്തും. കാരണം യേശു എന്ന അടിസ്ഥാനം മൂലക്കല്ലിട്ടിരിക്കുക. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ്, വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് വേറൊരുത്തം പുറകെ കൂടെ വന്ന് ഹോക്ക് ചെയ്തു. അപ്പോ അറിയാമല്ലോ, മധ്യവിരൽ നമസ്കാരം അങ്ങ് നടത്തി. നമുക്കറിയാം എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ കുറച്ചുകൂടെ കച്ചിയാ വെച്ചത്. ഒരു കച്ചിയുടെ അതിന്റെ പുറത്തോട്ട് എടുത്തു വെച്ചു, കുറച്ച് കച്ചിയുടെ. അടുത്ത മുന്നോട്ട് പോയി. ഒരാൾ വന്ന്, ജോലിയിൽ ഒരാൾ വന്ന് എന്നെ ഒരു ഫേവർ ചെയ്യാമോ, ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞു. മനസ്സിൽ പറഞ്ഞ് ഞാൻ ഒട്ടും ചെയ്യാൻ പോകുന്നില്ല, ഒരു പണി എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കരിയിലൂടെ വെച്ചത്. മിനിസ്ട്രി, അദ്ദേഹം ഒരു മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തിയാ എന്നിരിക്കട്ടെ, ഞാൻ ആരെയും അല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തിയാ. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നു. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഇരിക്കണം, നമുക്ക് പുറമെ ഇങ്ങനെയൊക്കെ കാണിക്കണം. നല്ലൊരു ഇന്റൻഷൻ ഒന്നും വെച്ചുകൊണ്ട് ഈ കാലത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. നമ്മളിങ്ങനെ നല്ലവരായിട്ട് നല്ല ഉദ്ദേശത്തിൽ എല്ലാം ചെയ്യാൻ പോയാൽ എല്ലാവരും എന്നെ അഡ്വാൻറ്റേജ് എടുക്കും. അദ്ദേഹം ആ നിലയിൽ മിനിസ്ട്രി ഒക്കെ ചെയ്തു. വേറെ കുറച്ച് കരിയില കൂട്ടിയിട്ടു. അങ്ങനെ ഒരു വ്യക്തി സ്വർണവും സിൽവറും വൈഡൂര്യവും മുത്തും രത്നങ്ങളും സ്റ്റോണും ഒക്കെ ആയിട്ട് സ്വർഗത്തിലേക്ക് സഭ അങ്ങ് കയറി ചെന്നു. മറ്റൊരു വ്യക്തിയില് ഒരുപാട് കച്ചിയും ഒരുപാട് കരിയിലയും ഒരുപാട് ഇലകളും
ഒരുപാട് കരിഞ്ഞു പോകുന്ന കമ്പസ്റ്റബിൾ വസ്തുക്കളും അങ്ങനെ അങ്ങനെയുള്ള വസ്തുവുമായി മുകളിൽ ചെന്നപ്പോൾ കർത്താവിന്റെ മണവാട്ടി സഭയാണ് ഇവർ രണ്ടുപേരും. ഈ രണ്ട് മണവാട്ടിക്കും ഇപ്പോൾ മണവാട്ടിയുടെ വസ്ത്രം കൊടുക്കാൻ പോവുകയാണ്, മണവാട്ടിയുടെ കിരീടം നൽകുവാൻ പോവുകയാണ്, മണവാട്ടിക്ക് വേണ്ട ആഭരണം കൊടുക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരും മണവാളന്റെ മുൻപാകെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിന് മുൻപാകെ ചെന്ന് നിന്നപ്പോൾ അവിടെ ഒരു വലിയ തീക്കുണ്ടം കണ്ടു. ഒരു വലിയ ടാങ്കിനകത്ത് തീയുണ്ട്. ആ തീ നിങ്ങളെ വെന്ത് കളയത്തില്ല, നിങ്ങളെ ആരെയും എരിച്ചു കളയത്തില്ലെന്ന് പത്രോസ് അപ്പസ്തോലൻ അല്ലെങ്കിൽ യോഹന്നാൻ അപ്പസ്തോലൻ അവിടെ നിന്ന് പറഞ്ഞു. ഈ തീക്കകത്തൂടെ നിങ്ങൾ ഒന്ന് കടന്ന് അപ്പുറത്ത് ചെല്ലണം. ഇങ്ങനെ ഒരു ചെറിയ പരീക്ഷണമുണ്ട്. അത് കഴിയുമ്പോഴാണ് അപ്പുറത്താണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അവിടെ വെച്ചാണ് ഓരോരുത്തർക്കും വേണ്ട വസ്ത്രങ്ങള്, വിശേഷ വസ്ത്രങ്ങള്, കുപ്പായങ്ങള്, വെള്ള വസ്ത്രങ്ങള്, ആഭരണങ്ങള്, തലയിൽ വെക്കുവാൻ കിരീടങ്ങൾ, ഇതൊക്കെ തരുന്നെന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ ഉള്ളിൽ അടിസ്ഥാനം ക്രിസ്തു ആയതുകൊണ്ട് നിങ്ങൾ ഈ തീക്കൂടെ, ഒരു വലിയ തീക്കുണ്ടമാണ്, ആ തീയിൽ കൂടി, ഒരു റൂം നിറച്ച് തീയാണ്, ആ തീയിൽ കൂടി ഒരു വാതിൽക്കൽ കൂടി കടന്ന് അപ്പുറത്തെ വാതിൽക്കൽ കൂടി പോയാൽ നിങ്ങളെ അത് എരിക്കത്തില്ല, കൺസ്യൂം ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം, ഷഡ്രക്, മേശക്, അബേദ്നെഗോ അവരെ പിടിച്ച് തീക്കുണ്ടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. അവിടെ തീ അവരെ വെന്ത് കളഞ്ഞില്ല, തീയുടെ സെന്റ് പോലും അവരുടെ മേൽ അടിച്ചില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. കാരണം നാലാമനായി ഒരുവൻ ആ തീക്കുണ്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ! നാലാമനായി മറ്റൊരുവൻ തീക്കുണ്ടത്തിലേക്ക് ഇറങ്ങി വന്നു. നിങ്ങളോടൊപ്പം നിങ്ങൾ മാത്രമല്ല, മറ്റൊരുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളിലുണ്ട്. നിങ്ങൾ മണവാട്ടി സഭയാണ്. ഈ തീക്കുണ്ടത്തിൽ കൂടെ കടന്നുപോയാൽ നിങ്ങളെ അത് എരിച്ച് കളയത്തില്ല. അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഈ തീക്കുണ്ടത്തിൽ കൂടി, മണവാട്ടി ഇങ്ങനെ തീക്കുണ്ടത്തിൽ കൂടി കടന്ന് അപ്പുറത്ത് വരികയാണ്. അപ്പുറത്ത് വന്നപ്പോഴാണ് ചില സംഭവങ്ങൾ പിടികിട്ടിയത്. സ്വർണവും കൊണ്ടും വെള്ളി കൊണ്ടും, ഗോൾഡും സിൽവറും സ്റ്റോണും മുത്തും രത്നവും കൊണ്ട് ഇവിടെ പണിതവരുടെ ഒക്കെ കയ്യില് ഒന്നും നഷ്ടപ്പെട്ടില്ല. അപ്പുറത്ത് എന്നപ്പോഴും ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ട്, ഇതെല്ലാം അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതെല്ലാം അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി മണവാട്ടിക്ക് പ്രതിഫലം കൊടുത്തു. അപ്പോഴാണ് ഇവിടെ മറ്റൊരു മണവാട്ടി കടന്നു വരുന്നത്. മണവാട്ടി കടന്നു വന്നപ്പോൾ അവിടെ കയ്യിലിരിക്കുന്നത് മുഴുവൻ കച്ചിയും വൈക്കോലും കരിയിലയും തീ കത്തിപ്പിടിക്കുന്നതും തീ വെന്തെരിയുന്നതുമായ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പലതും നല്ല ഉദ്ദേശത്തിലല്ല ചെയ്തത്, പല മിനിസ്ട്രിയും ചെയ്ത് നല്ല ഉദ്ദേശത്തിലല്ല, പലരെയും സഹായിച്ചതിന്റെ പുറകിലുള്ള ഒരു ഈവിൾ ഇന്റൻഷൻ ആയിരുന്നു. എനിക്കും ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ ചെയ്തത്, പ്രതിഫല ഇച്ഛയോടുകൂടിയാ ഞാൻ ചെയ്തത്. പലതും ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പ്രസംഗിക്കണം, എനിക്കിന്ന് സ്റ്റേജിൽ കയറണം, എനിക്ക് ചർച്ചിന്റെ മുന്നിൽ നിൽക്കണം, എനിക്ക് ട്രസ്റ്റി ആകണം, എനിക്ക് സെക്രട്ടറി ആകണം എന്ന ചിന്തയോടുകൂടി, ഉദ്ദേശത്തോടുകൂടിയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഈ കരിയിലയും വൈക്കോലും ഒക്കെ ആയിട്ട് ഈ തീക്കുണ്ടമാകുന്ന മുറിയിൽ കൂടി, ഈ വാതിലിൽ കൂടി കടന്ന് പതുക്കെ അപ്പുറത്ത് വന്നപ്പോ എനിക്ക് പൊള്ളലൊന്നും ഏറ്റില്ല, എങ്കിലും കയ്യിലിരുന്നത് മുഴുവൻ വെന്തെരിഞ്ഞു പോയി, കയ്യിലിരുന്നത് മുഴുവൻ കരിഞ്ഞ് ഇല്ലാതായിപ്പോയി. ഇനിയും അവിടെ ബാക്കി കയ്യിൽ വന്ന മിച്ചം അളന്ന് കുറിച്ച് അതിന്റെ അളവൊക്കെ എടുത്ത ശേഷം പ്രതിഫലം മണവാട്ടിക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ നാം ഈ വായിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്നു, തീയിൽ കൂടെ ആയിരിക്കും പ്രതിഫലം കൊടുക്കുന്നത്. എപ്രകാരമായിരിക്കണമെന്ന് ശോധന ചെയ്യുന്നത് തീ ആയിരിക്കും ശോധന ചെയ്യുന്നത്. തീയിൽ കൂടി കടന്നു പോകുമ്പോൾ അനേക പ്രതിഫലം വാങ്ങിക്കും. എന്നാൽ മറ്റു ചിലര് തീയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് ഛേദം വരുമെന്ന് എഴുതിയിരിക്കുന്നു. They suffer great loss.
അവർക്ക് ഛേദം വരും, അവർക്ക് വലിയ നഷ്ടം വരും, അവർക്ക് അവരോട് തന്നെ ഷെയിം തോന്നും, അവർക്ക് ലജ്ജ തോന്നും, അവർ രക്ഷിക്കപ്പെടും, അവർ മണവാട്ടിയ, അവർ നരകത്തിൽ പോകത്തില്ല. എന്നാൽ പ്രതിഫലത്തിന് വ്യത്യാസമുണ്ടായിരിക്കും, ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും എന്ന് അർത്ഥം. ഹല്ലേലൂയ. നാം ചെയ്യുന്നത് ഇനി എന്താണ്? ഈ പ്രതിഫലം എന്താണ്? എന്താണ് ഈ കച്ചിയും ഈ വൈക്കോലും ഈ ഈ സ്വർണവും ഗോൾഡും ഈ സിൽവറും ഈ സ്റ്റോണും ഒക്കെ എന്താണ്? നമ്മുടെ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ, ഇഫ് എവറിഥിങ് ടു പുട്ട് ഇൻ എ നട്ട്ഷെൽ, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തികള്. വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ നോക്കാം. നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തികള്, ഇതിനനുസരിച്ചാണ് നമുക്കോരോരുത്തർക്കും മണവാട്ടിക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നമ്മുടെ ചിന്തകള്, ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 5. നമ്മുടെ ചിന്തകൾ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതും അത്രേ എന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതായത് അവിടെ എഴുതിയിരിക്കുന്നത് the imagination of the thoughts of their heart. ശ്രദ്ധിക്കുക, the imagination of the thoughts of their heart. അവരുടെ ഹൃദയത്തിന്റെ, അതായത് ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഓർഗൻ അല്ല, നമ്മുടെ ഇന്നർ മാൻ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ തോട്ട്സിന്റെ, അവന്റെ ചിന്തകളുടെ എല്ലാ ചിന്തകളും ഒരുമിച്ചുള്ള റിലേറ്റഡ് തോട്ട്സ് എല്ലാം കൂടെ കോർത്തിണക്കിയ ചിന്താ ശകലങ്ങളെല്ലാം കൂടെ കോർത്തിണക്കുമ്പോഴാ ഇമാജിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഓരോ ചിന്തകളും എല്ലാം കൂടെ കോർത്തിണക്കി ഇമാജിനേഷനിലേക്കും, അവന്റെ ചിന്തകൾ, ഇമാജിനേഷൻ എല്ലാം ഈവിളാണെന്ന്, കണ്ടിന്യൂവലി ഈവിളാണെന്ന് ദൈവം കണ്ടിട്ട് ദൈവം നോഹയുടെ കാലത്ത് ജലപ്രളയം അയച്ചു, ന്യായം വിധിച്ചു. അപ്പോൾ ശലോമോൻ പറയുകയാണ്, ജീവനും മരണവും നാവിന്റെ ആ ഭാഗമല്ല, ഞാനതല്ല പറയാം. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമാജിനേഷൻ, അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം. നമ്മുടെ ഇമാജിനേഷൻ മറ്റുള്ളവർക്ക് ഒരു പണി കൊടുക്കണമെന്നുള്ളതാണോ? വിശ്വാസികളാണ് നമ്മള്. മറ്റുള്ളവരെ വഹിക്കണമെന്നാണോ നമ്മുടെ ഇമാജിനേഷൻ? അസഭ്യം പറയുന്നതാണോ നമ്മുടെ ഇമാജിനേഷൻ? അസഭ്യം പറയുന്നതാണോ നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്നത്? അത് കേൾക്കുന്നിടത്താണോ നാം ആയിരിക്കുന്നത്? നമ്മുടെ ഇമാജിനേഷൻ എപ്രകാരമുള്ളതാണ്? വേറൊരാൾക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളതാണോ നമ്മുടെ ചിന്ത? അതിനനുസരിച്ച് കച്ചി കൊണ്ടോ വൈക്കോല് കൊണ്ടോ കരിയില കൊണ്ടോ സിൽവർ കൊണ്ടോ ഗോൾഡ് കൊണ്ടോ നമ്മുടെ ഇമാജിനേഷൻ നമുക്ക് പണിയാൻ പറ്റും. നമ്മുടെ സഭയുടെ മുന്നിൽ കയറി നിൽക്കണം, എനിക്ക് ട്രസ്റ്റി ആകണമെന്നുള്ളതാണോ എൻ്റെ ഇമാജിനേഷൻ? അതിനുവേണ്ടി വേറൊരാളെ ചവിട്ടി ഞാൻ പുറകിലേക്ക് മാറ്റുകയാണോ, ചവിട്ടി താക്കുവാനുള്ള ഇമാജിനേഷൻ ആണോ, ചിന്തയാണോ എന്നിൽ കൂടി കടന്നു പോകുന്നത്? ആ സഭയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഇമാജിനേഷൻ ആണോ, ചിന്തയാണോ, ചിന്താധരണികളാണോ എന്നിൽ കൂടി കടന്നു പോകുന്നത്? അത് വൈക്കോലിന് സമമാണ്. ആ മിനിസ്ട്രി ചെയ്യുന്ന ആ വ്യക്തിയെ എങ്ങനെയൊന്നെങ്കിലും അവരെ ഒന്ന് തകർക്കണം, ഒന്ന് ഇരുത്തണം എന്നതാണോ എൻ്റെ ചിന്ത? ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിയിരുത്തണം, ഒന്ന് പറഞ്ഞിരുത്തണമെന്നുള്ളതാണോ എൻ്റെ ചിന്ത? പ്രതിഫലമുണ്ട്. ഒന്നുകിൽ അത് കത്തിപ്പോകും, അല്ലെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. അപ്പോൾ നല്ല ഇമാജിനേഷന്റെ ഉടമകളാണോ നമ്മൾ? അടുത്തത്,
നമ്മുടെ വാക്കിന്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36 മുതൽ 37 വരെ വാക്യം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രതിഫലം 3 കാര്യങ്ങളെ ബേസ് ചെയ്താണെന്നുള്ള മറക്കല്ല. നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തികൾ. ചിന്ത, വാക്ക്, പ്രവൃത്തി. ചിന്ത, വാക്ക്, പ്രവൃത്തി. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അങ്ങനെയുള്ള ഏത് നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തില് 4-ാം അധ്യായത്തില് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യമായതൊക്കെയും, നീതിയായതൊക്കെയും, ഘനമായതൊക്കെയും, നിർമ്മലമായതൊക്കെയും, പ്രൈസ്വർത്തിയായതൊക്കെയും, നോബിളായിട്ട് ശ്രേഷ്ഠമായതൊക്കെയും ഇങ്ങനെ ഉള്ളത് ചിന്തിച്ചുകൊള്ളുക, ഇങ്ങനെ ഉള്ളത് പറഞ്ഞുകൊള്ളുക. നമ്മൾ വേണ്ടാത്ത വാക്കുകൾ പറയരുത്. നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൻ കീഴിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം കൊയ്യുമെന്ന് ശലോമോൻ ഉദ്ബോധിപ്പിക്കുകയാണ്. മരണം വേണ്ടിയവർ, അകാല മരണം വേണ്ടിയവർ അത് വിളിച്ചു പറഞ്ഞാൽ മതി. തുടർമാനം വിളിച്ചു പറഞ്ഞാൽ മതി, പെട്ടെന്ന് കടന്നു പോകാം. ദീർഘായുസ് വേണ്ടിയവർ ദീർഘായുസ് വിളിച്ചു പറഞ്ഞാൽ മതി. നമുക്ക് ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. എനിക്ക് രോഗം വരത്തില്ലെന്ന് പറയണം. മനഃപൂർവം ഓൺ പർപ്പസ് പറയണം. എനിക്ക് വേദന വരത്തില്ലെന്ന് പറയണം. ദാരിദ്ര്യം എന്നെ തൊടത്തില്ലെന്ന് പറയണം. പട്ടിണി എനിക്ക് വരത്തില്ലെന്ന് പറയണം. ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയണം. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം നന്മയുണ്ടാകുമെന്ന് പറയണം. എനിക്ക് ഉയർച്ച തന്നെ ലഭിക്കുമെന്ന് പറയണം. only good things will happen to me എന്ന് പറയണം. എനിക്ക് നന്മയെ വരത്തുള്ളൂ എന്ന് പറയണം. ഞാൻ പോകുന്നിടത്ത് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന് പറയണം. എന്നെ ഏജിങ് ബാധിക്കത്തില്ലെന്ന് പറയണം. ആരോഗ്യം തന്നെ എന്നെ ബാധിക്കുമെന്ന് പറയണം. ഞാൻ അരോഗ ദൃഢഗാത്രനായിരിക്കുമെന്ന് പറയണം. ഞാൻ കൃശഗാത്രനായിരിക്കുമെന്ന് വിളിച്ചു പറയണം. നല്ലത് മാത്രം നമ്മുടെ വായിൽ നിന്ന് പറയണം. നാശങ്ങൾ പറയരുത്. പല വാക്കുകളും എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ ഒക്കത്തില്ല. പല വ്യക്തികളുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നാം അങ്ങനാണോ പറയുന്നത്? ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്നേക്കും ജീവിച്ചിരിക്കുവാനാ. ദാവീദ് വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. നിനക്കെതിരായി വരുന്ന, വിളിച്ചു പറയണം, എനിക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല എന്ന് വിളിച്ചു പറയണം. അടുത്തത് നമ്മുടെ പ്രവൃത്തി നാം ചെയ്യുന്ന. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുകയാണ്, നിനക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നുവോ, നിന്റെ വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചു തരിക. നിന്റെ വിശ്വാസം നീ പ്രവൃത്തിയിൽ കാണിച്ചു തരിക. നമുക്ക് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രവൃത്തി നാം മറ്റുള്ളവരെ സഹായിക്കുവാനാണോ നമ്മുടെ ഹൃദയം സന്തോഷിപ്പിക്കുന്നത്? ചിലർക്ക് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ വലിയ സന്തോഷം, ഹോസ്പിറ്റാലിറ്റി, വലിയ സന്തോഷമുള്ളവര് ഒരുപാട് പേരുണ്ട്. നമ്മളെ അത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം, ധാരാളമായിട്ട് അത് ചെയ്യണം. പ്രസംഗിക്കുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്? നിങ്ങൾ പ്രീച്ച് ചെയ്യണം. നിങ്ങളെ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്? നിങ്ങൾ പുതിയ ആളുകളുമായിട്ട് കണ്ടുമുട്ടുന്നതാണോ സന്തോഷിപ്പിക്കുന്നത്? നിങ്ങൾ പ്രവൃത്തി ചെയ്യണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? ഇത് കച്ചിയാണോ, വൈക്കോലാണോ, കരിയിലയാണോ,
സ്വർണമാണോ സിൽവർ ആണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയട്ടെ, ഹൗ ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി? പണത്തോടുള്ള നമ്മുടെ മനോഭാവം കച്ചിയാണോ അതോ ഗോൾഡ് ആണോ? പണത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? എനിക്കിതെല്ലാം വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണമെന്നുള്ളതാണ്. എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. അതോ നിങ്ങൾ കൊടുക്കുന്നവരാണോ? കൈ അയച്ചു കൊടുക്കുന്നവരാണോ? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ? നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവരെ സഹായിക്കുന്നവരാണോ? നിങ്ങളുടെ സഭയിലെ നിങ്ങളെ സഹായിക്കുന്നവരാണോ? നിങ്ങളുടെ പാസ്റ്ററെ, നിങ്ങളുടെ അച്ഛനെ, വികാരി അച്ഛനെ, നിങ്ങളുടെ ബിഷപ്പിനെ നിങ്ങൾ സഹായിക്കുന്നവരാണോ? ദരിദ്രരെ നിങ്ങൾ സഹായിക്കുന്നവരാണോ? പണത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? കൈ അയച്ച് സഹായിക്കുന്നവരാണോ? നമ്മൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്നവരാണോ? ദശാംശം കൊടുക്കുന്നവരാണോ? കച്ചിയാണോ വൈക്കോലാണോ എന്നത് തീരുമാനിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണോ നമ്മുടെ പ്രവൃത്തികള്? നാം ചെയ്യുന്ന പ്രവൃത്തികള് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണോ? കച്ചിയാണോ അതോ വൈക്കോലാണോ എന്ന് അത് തീരുമാനിക്കും. ഞാൻ വളരെ വേഗം നിർത്തുകയാണ്. നാം മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് എപ്രകാരമാണ്? അവരെ നാം ബഹുമാനത്തോടു കൂടിയാണോ ട്രീറ്റ് ചെയ്യുന്നത്? അതോ അവരെ വെറും കുറ്റിച്ചൂലായിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രതിഫലം തീരുമാനിക്കും. നമ്മളെ മറ്റുള്ളവർ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, മിസ്ട്രീറ്റ് ചെയ്യുമ്പോൾ, ഹൗ ഡു വി റിയാക്ട്? വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ ഡു വി റിയാക്ട് വളരെ പ്രധാനമാണ്. നമ്മുടെ ഒരു ഈഗോ ക്ലാഷിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ ഈഗോയെ ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ, ഒന്ന് ഹേർട്ട് ചെയ്താൽ, ഹൗ ഡു വി റിയാക്ട്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഹൗ ഡു വി റിയാക്ട്? ഇതിന് പ്രതിഫലമുണ്ട്. നിന്റെ ഇടത്തെ ചെകിട്ടത്ത് അടിക്കുന്നവനെ വലത്തെ ചെകിട്ടം കാണിച്ചു കൊടുക്കാനാ കർത്താവ് പറഞ്ഞല്ലേ. നമ്മുടെ ഇടത്തെ ചെകിട്ടത്ത് ഒരാൾ വന്ന് പബ്ലിക്കായിട്ട് ഒരാള് അടിച്ചാല് അല്പം പ്രയാസമാണ് ഇപ്പുറത്തെ ചെകിട്ടോട് കാണിച്ചു കൊടുക്കാൻ. ഈഗോ. ഇതിനെല്ലാം നമുക്ക് പ്രതിഫലമുണ്ട്. വൈക്കോല് കൊണ്ടാണോ പണിയുന്നത് അതോ ഗോൾഡ് കൊണ്ടാണോ പണിയുന്നത്? അവിടെ ഞാൻ നിർത്തി, വേറൊരു ഭാഗത്തേക്ക് കടന്ന് നിർത്തുകയാണ്, പെട്ടെന്ന് നിർത്തുകയാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഇന്ന് ക്രമീകരിക്കണം. ഇതനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ ചിന്തകള് നമുക്ക് പ്രതിഫലം നേടിത്തരും. നമ്മൾ ആത്മാക്കളെ നേടുന്നവരാണോ? നമുക്ക് പ്രതിഫലം നേടിത്തരും. ഇനിയും 4 കൂട്ടം കിരീടങ്ങൾ പ്രതിഫലമായി ലഭിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. ഒന്ന്, റെവലേഷൻ 2:10 ക്രൗൺ ഓഫ് ലൈഫ്, വാടാത്ത കിരീടം, ജീവന്റെ കിരീടം. റെവലേഷൻ 2:10 യാക്കോബിന്റെ ലേഖനം 1:12 എഴുതിയിരിക്കുകയാണ്, ജീവന്റെ കിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. അടുത്തത് ക്രൗൺ ഓഫ് ഗ്ലോറി. നിങ്ങളുടെ ഇടയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുക, നിർബന്ധത്താൽ അല്ല, ദൈവത്തിന്റെ ഹിതമാകും വണ്ണം, നോട്ട് ഫോർ ഫിൽത്തി മണി ബട്ട് ഓഫ് എ റെഡി മൈൻഡ്, ആൻഡ് not being lords over God's people, but example to God's people. When the chief shepherd shall appear, you shall receive the crown of glory that never fades away. അങ്ങനെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ crown of glory, when the chief shepherd shall appear, you shall receive the crown of glory. മഹത്വത്തിന്റെ കിരീടം നിങ്ങൾ പ്രാപിക്കും. അപ്പോൾ ജീവന്റെ കിരീടം, 2 മഹത്വത്തിന്റെ കിരീടം, 3 നീതിയുടെ കിരീടം. 2 തിമോത്തി 4:8 പറയുന്നു, നീതിയുടെ കിരീടം, ക്രൗൺ ഓഫ് റൈച്ചിയസ്നസ്. പിന്നീട് ഇൻകറപ്റ്റബിൾ കിരീടം, വാടാത്ത കിരീടം നമ്മൾ പ്രാപിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം അതിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും കിരീടം എന്നുള്ളതല്ല, വിവിധ നിലകളിലുള്ള പ്രതിഫലം നാം എല്ലാവരും പ്രാപിക്കാൻ പോവുകയാണ്. 2 നമുക്ക് വായിച്ചു നിർത്താം. 2 കൊരിന്ത്യർ 5:10 ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും നാം എല്ലാവരും പ്രതിഫലം വാങ്ങിക്കുവാൻ ആ തീയിൽ കൂടി നമ്മെ കൺസ്യൂം ചെയ്യാത്ത, എന്നാൽ നമ്മുടെ പ്രവൃത്തികളെ കൺസ്യൂം ചെയ്യുവാൻ കഴിവുള്ള ആ തീയിൽ കൂടി നാം കടന്ന് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിന്റെ മുൻപാകെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും നിൽക്കേണ്ടതാകുന്നു. നമ്മുടെ പണി സ്വർണം കൊണ്ടുള്ളതാണോ വൈക്കോല് കൊണ്ടുള്ളതാണോ എന്ന് നാം ഇന്ന് പുനഃപരിശോധിക്കുകയും, സ്വർണം കൊണ്ടും സിൽവർ കൊണ്ടും വജ്രം കൊണ്ടും മുത്തുകൾ കൊണ്ടും പണിയുവാൻ നാം പ്രയത്നിക്കുകയും ചെയ്യണം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നാം കൂടെ കടന്നു പോവുകയാണ്. ആ തീയുടെ ഇപ്പുറത്ത് നാം വന്നു. നാം എല്ലാവരും സ്വർഗത്തിലാ. നാം ആരും നശിച്ചു പോയിട്ടില്ല. നാം എല്ലാവരും സ്വർഗത്തിൽ നിൽക്കുകയാണ്. പ്രതിഫലം കത്തിപ്പോയാൽ ആ ആളിന് ഛേദം വരും. ഹി ഷാൽ സഫർ ഗ്രേറ്റ് ലോസ്. ഒത്തിരി ഛേദം വരും. എന്നാൽ ആ ആള് മണവാട്ടി സഭ തന്നെയാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ മണവാട്ടി ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. മണവാട്ടി ഇതാ ന്യായാസനത്തിന് മുൻപാകെ കടന്നുപോയി. അവൾക്ക് പ്രതിഫലം ലഭിച്ചു. അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മണവാളന്റെ വിവാഹ സദ്യക്ക് വേണ്ടി നമുക്ക് ഒരു പ്രതിഫലമൊക്കെ വാങ്ങിച്ച് നമുക്ക് ആ വസ്ത്രങ്ങളൊക്കെ ധരിക്കാം, നമുക്ക് ആഭരണങ്ങളൊക്കെ ധരിക്കാം. നമുക്ക് ആ വിവാഹത്തിലേക്ക്, മണവാളനും മണവാട്ടിയുമായിട്ടുള്ള വിവാഹത്തിലേക്ക്, മണവാളനായ ക്രിസ്തുവും മണവാട്ടിയാകുന്ന ക്രിസ്തുവിന്റെ സഭയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച കടന്നു വരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പല പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സന്ദേശം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു.